Hi cadets, Jai Hind. Welcome back to my channel. കുട്ടികളെ നിങ്ങളും 2025 എയർഫോഴ്സിന്റെ എക്സാം പാസ്സായ കുട്ടികളാണോ? എങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ ഫുൾ കാണുക. ഡീറ്റെയിൽ ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. സ്റ്റേജ് 2ന്റെ സെലക്ഷൻ പ്രോസസ്സ് എന്താണ്, മെഡിക്കൽ എപ്പോഴായിരിക്കും നടക്കാൻ പോകുന്നത് എന്നീ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന എയർഫോഴ്സ് XY എക്സാമിന് തയ്യാറെടുക്കുന്ന കുട്ടികളാണെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുൾ കാണാൻ ശ്രമിക്കണം. കാരണം ഇതിന്റെ പ്രോപ്പർ സെലക്ഷൻ പ്രോസസ്സ് അറിഞ്ഞ് നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ജോബ് നേടിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. നമ്മുടെ കേരളത്തിലെ മിക്ക കുട്ടികൾക്കും എയർഫോഴ്സിനെ കുറിച്ചും നേവിയെ കുറിച്ചും അവയർനെസ് വളരെ കുറവാണ്. ആൾറെഡി നമ്മളിപ്പോൾ നല്ല രീതിയിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു അവയർനെസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് വീഡിയോ പരമാവധി നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യണം. നിങ്ങളും എയർഫോഴ്സിന് തയ്യാറെടുക്കുന്ന കാൻഡിഡേറ്റ് ആണെങ്കിൽ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആവുന്നതായിരിക്കും. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ശേഷം റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കുട്ടികൾ, അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഫേസ് 2 ഫുൾ പ്രോസസ്, ഡേറ്റ് എപ്പോഴായിരിക്കും വരാൻ പോകുന്നത്, പിന്നെ മെഡിക്കൽ ചെക്കപ്പിനെ കുറിച്ചും വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. ആർമിയുടെയും മെഡിക്കൽ ചെക്കപ്പ് പ്രോസസ് ഡിഫറെന്റ് ആണ്, നേവിയുടെയും ഡിഫറെന്റ് ആണ്, എയർഫോഴ്സിന്റെയും ഡിഫറെന്റ് ആണ്. എയർഫോഴ്സിന് തയ്യാറെടുക്കുമ്പോൾ അതിന്റെയും ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റ് ആയിട്ടും അറിഞ്ഞിരിക്കണം. കുട്ടികളെ, ഇനി നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നിങ്ങൾ ഈ കാണുന്ന PSL ലിസ്റ്റ് ആണ്. ഈ PSL ലിസ്റ്റ് വന്നത് മെയ് 14, 2025 ഇത് ഏത് ഇൻടേക്കിന്റെ PSL ലിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ 02/2025 എയർഫോഴ്സ് ഇൻടേക്കിന്റെ PSL ലിസ്റ്റ് ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 01/2026 ഫുൾ അപ്ഡേറ്റ് ആണ്. ഇത് നമ്മൾ കമ്പയർ ചെയ്യുന്നത് 02/2025 ഫുൾ ഇൻടേക്കും ആയിട്ടാണ്. ഇനി നിങ്ങളോട് വീഡിയോ കാണുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണാൻ നോക്കണം. ഈ എയർഫോഴ്സ് എക്സാമിന് തയ്യാറെടുക്കുന്ന കുട്ടികളാണെങ്കിലും ഇനി വരാൻ പോകുന്ന എയർഫോഴ്സ് ഇൻടേക്കിന് തയ്യാറെടുക്കുന്ന കുട്ടികളാണെങ്കിലും ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടി. നിങ്ങളിവിടെ കാണുന്ന എയർഫോഴ്സ് XY ഇൻടേക്ക് 01/2026 ആണ്. ഇനി വരാൻ പോകുന്നത് 02/2026 ആണ്. ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും. കുട്ടികളെ, നിങ്ങൾ ഉടനെ തന്നെ റെഡി ആയിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും നോക്കാം. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയത് 7/1/2025. എക്സാം സ്റ്റാർട്ട് ആയത് 22, 23, 24 2025 മാർച്ചിലാണ് എക്സാം സ്റ്റാർട്ട് ആയത്. റിസൾട്ട് വന്നതോ മെയ് 7 റിസൾട്ട് വന്നിരിക്കുന്നത്. ഇത് എയർഫോഴ്സ് ഇൻഡെക്സ് 01/2026 ആണ്. ഇനി ഇതിന്റെ നെക്സ്റ്റ് ഫേസ് എന്ന് പറയുന്നത് സ്റ്റേജ് 2 ആണ്. എന്താണ് കുട്ടികളെ? നെക്സ്റ്റ് ഇനി സ്റ്റേജ് 2 ആണ്. സ്റ്റേജ് 2ന്റെ ഒരു ഡേറ്റ് ആണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അത് നമ്മൾ കമ്പയർ ചെയ്യുന്നത് 02/2025 ഇൻടേക്കുമായിട്ടാണ്. ആദ്യം നമുക്ക് 02/2025 ഇൻടേക്കിന്റെ ഡീറ്റെയിൽ നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയത് 8/7/2024. എക്സാം നടന്നത് November 16-17 ഇവരുടെ റിസൾട്ട് വന്നത് ഫേസ് 1ന്റെ റിസൾട്ട് വന്നത് December 19 2024. ഇവരുടെ ഫേസ് 2 നടന്നത് 2025 February 17 19 ഇടയിലാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് കുട്ടികളെ 02/2025 ഫേസ് 1 ശേഷം, അതായത് ഈ പറയുന്ന ഫേസ് 1ന്റെ റിസൾട്ട് വന്നതിന് ശേഷം ഫേസ് 2 സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അറൌണ്ട് 2 മന്ത് എടുത്തിട്ടുണ്ട്. അറൌണ്ട് 2 മന്ത്സ്. ഇതേ രീതിയിൽ തന്നെയാണ് എല്ലാ തവണയും എയർഫോഴ്സിന്റെ റിസൾട്ട് വരുമ്പോൾ ഫേസ് 1ന്റെ റിസൾട്ട് വന്നതിന് ശേഷം ഫേസ് 2ന്റെ പ്രോസസ് സ്റ്റാർട്ട് ആകാൻ അറൌണ്ട് 2 മന്ത് എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതനുസരിച്ച് നമുക്ക് ഈ വർഷത്തെ ഇൻടേക്കിന്റെ അപ്ഡേറ്റ് ഒന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എന്തായാലും ഫേസ് 2 സ്റ്റാർട്ട് ആകാൻ പോകുന്നത്, കുട്ടികളെ, നിങ്ങളുടെ ഫേസ് 2 സ്റ്റാർട്ട് ആകാൻ പോകുന്നത് ജൂലൈ 3rd വീക്കോടായിരിക്കും. എൻഡ് ആകാൻ പോകുന്നത് എന്തായാലും ആഗസ്റ്റ് 1st വീക്കിനിടയിൽ. മനസ്സിലായല്ലോ? ജൂലൈ 3rd വീക്കോടെ നിങ്ങളുടെ ഫേസ് 2 പ്രോസസ് സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. ആഗസ്റ്റ് 1st വീക്കോടെ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. സ്റ്റേജ് 2 വേണ്ടി നല്ലപോലെ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. എങ്ങനെയാണോ നിങ്ങൾ സ്റ്റേജ് 1 പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് അതിനെക്കാട്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റേജ് 2 എന്ന് പറയുന്നത്. ഇവിടെ SRT ഉണ്ട്, GD ഉണ്ട്, PFT ഉണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എയർഫോഴ്സിൽ കയറാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സ്റ്റേജ് 2ന്റെ അപ്ഡേറ്റ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഇവിടെ മനസ്സിലായല്ലോ. 01/2026 ഇൻടേക്കിന്റെ സ്റ്റേജ് 2 നടക്കാൻ പോകുന്നത് ജൂലൈ ലാസ്റ്റ് വീക്കോടായിരിക്കും. അതായത് 3rd അല്ലെങ്കിൽ 4th വീക്കോടെ എന്തായാലും എൻഡ് ആകാൻ പോകുന്നത് ആഗസ്റ്റ് 1st വീക്കോടായിരിക്കും. ഇനി നമുക്ക് സ്റ്റേജ് 2ന്റെ പ്രോസസ്സ് നോക്കാം കുട്ടികളെ. നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം സ്റ്റേജ് 2 എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന്. ഇവിടെയും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സ്റ്റേജ് 2ന്റെ കംപ്ലീറ്റ്
ഡീറ്റെയിൽഡ് വീഡിയോസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. ഡീറ്റെയിൽഡ് വീഡിയോ ഉടനെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എങ്ങനെയാണ് അവിടെ GD കണ്ടക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് അവിടെ SRT കണ്ടക്ട് ചെയ്യുന്നത്, SRTയിൽ ഏതൊക്കെ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്, GDയിൽ ഏത് ടൈപ്പിലുള്ള ഗ്രൂപ്പ് ഡിസ്കഷൻ ടോപ്പിക് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ ലഭിക്കാൻ പോകുന്നത്, ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യണം. അപ്പോൾ നമുക്ക് സ്റ്റേജ് 2 അപ്ഡേറ്റ് നോക്കാം. കുട്ടികളെ, നിങ്ങൾ സ്റ്റേജ് 2 അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ ഇത് സ്റ്റേജ് 1 എക്സാം ആണ്. സ്റ്റേജ് 1 ഓൺലൈൻ എക്സാം ആൾറെഡി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു, നിങ്ങൾ ക്വാളിഫൈ ആയി. ഇനി നിങ്ങൾ സ്റ്റേജ് 2 ഫസ്റ്റ് എന്ന് പറയുന്ന ഡോക്യുമെന്റേഷൻ ആണ്. ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ഒന്ന് കയറി കാണുക. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ആണ്, PFT ആണ്. ആ ഡീറ്റെയിൽഡ് വീഡിയോസിനകത്ത് ഫിസിക്കൽ അപ്ഡേറ്റ് ഞാൻ പറയുന്നുണ്ട്. 1.6 പിന്നെ സ്ക്വാട്സ്, പുഷപ്പ് എല്ലാത്തിനും ഡീറ്റെയിൽഡ് കാര്യങ്ങൾ പറയുന്നുണ്ട്. വീഡിയോ കയറി കാണുക, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും. ഫിസിക്കലാണ് റണ്ണിങ് വരും, പുഷപ്പ് വരും, സിറ്റപ്പ് വരും. അതിനുശേഷം നെക്സ്റ്റ് ആണ് വളരെ ഇമ്പോർട്ടൻറ്റ് GD ഗ്രൂപ്പ് ഡിസ്കഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷമാണ് SRT, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് രണ്ടും അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ആണ്. ഇത് രണ്ടും നിങ്ങൾ ക്വാളിഫൈ ആയിരിക്കണം, എന്നാലേ നിങ്ങൾക്ക് നെക്സ്റ്റ് പ്രോസസ്സിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇന്ത്യൻ ആർമിയുടെ കാര്യം പറഞ്ഞാലും നേവിയുടെ കാര്യം പറഞ്ഞാലും ഫിസിക്കലിന് ശേഷം അവിടെ മെഡിക്കൽ ഉണ്ട്. പക്ഷേ എയർഫോഴ്സിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. എയർഫോഴ്സിൻ്റെ കാര്യത്തിൽ ഇവിടെ മാറ്റം വരാൻ പോകുന്ന കുട്ടികളെ, നിങ്ങളുടെ ഡോക്യുമെൻറ്റേഷനും ഫിസിക്കലും GDയും SRTയും കറക്റ്റായിട്ട് നടക്കും. അതായത് ബാക്ക് ടു ബാക്ക് ആയിട്ട് നടന്നു പോകും. അതിനുശേഷം മെഡിക്കൽ ആ ഒരു സെൻറ്ററിലായിരിക്കത്തില്ല. നിങ്ങളുടെ ഈ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം മെഡിക്കൽ നടക്കാനായിട്ട് അറൗണ്ട്ലി 1 വീക്കിൻ്റെ ഗ്യാപ്പ് കാണും. ഈ ടെസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് പിന്നെ നിങ്ങൾ പോകുന്നു, പാസ്സായാൽ നിങ്ങൾക്ക് ഒരു ഡേറ്റ് ലഭിക്കും. ആ ഒരു ഡേറ്റിൽ എവിടെയാണോ നിങ്ങൾക്ക് സെൻറ്റർ ലഭിക്കുന്നത് അവിടെ പോയി പിന്നെ നിങ്ങൾ മെഡിക്കൽ അറ്റൻഡ് ചെയ്യണം. ക്ലിയർ ആയല്ലോ? ഫിസിക്കലിന് കൂടി ആയിരിക്കത്തില്ല മെഡിക്കൽ വരാൻ പോകുന്നത്, മെഡിക്കൽ വേറൊരു ദിവസമായിരിക്കും വരാൻ പോകുന്നത്. അതും കണ്ടിന്യൂസ് ആയിട്ടല്ല, ഇടയ്ക്ക് ഗ്യാപ്പ് കാണും. അറൗണ്ട്ലി 5 to 7 days ഗ്യാപ്പ് കാണും. എവിടെയാണോ നിങ്ങൾ ഫിസിക്കൽ നടന്നത് ആ ഒരു സെൻറ്ററിലും ആയിരിക്കത്തില്ല നിങ്ങൾ മെഡിക്കൽ എന്ന് പറയുന്നത്. മെഡിക്കലും ഡിഫറെൻറ്റ് പ്ലേസിലായിരിക്കും. അപ്പോൾ ഈ കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഒരു മെഡിക്കൽ ചെക്കപ്പ് എന്തായാലും ചെയ്യാൻ നോക്കണം, ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട്. പിന്നെ എന്തെങ്കിലും മെഡിക്കൽ റിലേറ്റഡ് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്മുടെ അക്കാഡമിയിലെ ടീമും നിങ്ങളുടെ മെഡിക്കൽ ഡൗട്ടുകളെല്ലാം വളരെ ക്ലിയർ ആയിട്ട് സോൾവ് ചെയ്യുന്നതായിരിക്കും. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന്. ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും കുട്ടികൾ 2025 നേവിക്ക് തയ്യാറെടുക്കുന്നുണ്ടെങ്കിലും ആർമിക്ക് തയ്യാറെടുക്കുന്നുണ്ടെങ്കിലും ആന ഡിഫൻസ് അക്കാഡമിയിൽ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ആർമിയുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ അപ്ഡേറ്റ് ആണ്. അഗ്നിവീർ GDയുടെ ഓൺലൈൻ ക്ലാസ് അവൈലബിൾ ആണ്, ട്രേഡ്സ്മാൻ്റെ അവൈലബിൾ ആണ്, ക്ലർക്കിൻ്റെ അവൈലബിൾ ആണ്, ടെക്നിക്കലിൻ്റെ അവൈലബിൾ ആണ്, നേഴ്സിംഗ് അസിസ്റ്റൻറ്റിൻ്റെ അവൈലബിൾ ആണ്. എല്ലാത്തിൻ്റെയും നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റും ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. പ്രോപ്പർ എക്സാം ഓറിയൻറ്റഡ് കുട്ടികളെ. നേഴ്സിംഗിൻ്റെ കാര്യം പറഞ്ഞാൽ 50+ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കും. GD നിങ്ങൾക്ക് 50+ മോക്ക് ടെസ്റ്റ് ലഭിക്കും. ട്രേഡ്സ്മാൻ നിങ്ങൾക്ക് 50+ മോക്ക് ടെസ്റ്റ് ലഭിക്കും. OA നിങ്ങൾക്ക് 20+ മോക്ക് ടെസ്റ്റ് ലഭിക്കും. ടെക്നിക്കൽ നിങ്ങൾക്ക് 25+ മോക്ക് ടെസ്റ്റ് ലഭിക്കുന്നതായിരിക്കും. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഉടനെ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ നേവി SSR MR MAയുടെ മോക്ക് ടെസ്റ്റ് താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും. നമ്മുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇവിടെ വെച്ച് തന്നെ പോസ്റ്റ് ചെയ്യുക. അതിനുശേഷം റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കൊരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ മസ്റ്റായിട്ട് നമ്മളെ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.